ഞണ്ട് എന്നും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സൈസിലുള്ള ഞണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. പണ്ട് മുതലൊക്കെ ഈ ഒരു ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് ഞാനായതുകൊണ്ട് തന്നെ സ്വയം എക്സ്പേർട്ട് ആണെന്നൊക്കെ കരുതുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്ലീൻ ചെയ്യാനും. ഇങ്ങനെ ഓരോ കലകളായി പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഇതാ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സവാള, അധികം തന്നെ സവാള ഇടുന്നത് കേട്ടോ. അത് നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പും കറിവേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ഞണ്ടിനെ നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലോട്ട് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പുളി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ തക്കാളി കൂടി ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പൊത്തി വെക്കാം കേട്ടോ. അങ്ങനെ ഈസി ആയിട്ട് ഇതാ നമ്മുടെ ഞണ്ടറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അവസാനം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ചോറിലേക്കോ ചപ്പാത്തിയിലേക്കോ കപ്പയിലേക്കോ ഏത് വേണം നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ളൊരു ഞണ്ടറിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ എത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.